Hi everyone, this is Yabin Say from Evika. Yes, നമ്മുടെ ഐഫോണിലെ ഏറ്റവും വലിയൊരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് നമ്മുടെ സിറി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സിറി കൊണ്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഇപ്പോഴും ലിമിറ്റഡ് ആണ്. ഇനി നമ്മുടെ iOS 18 വരുമ്പോൾ കുറേയധികം മാറ്റങ്ങൾ ഈ പറഞ്ഞ സിറിയിൽ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ iOS 18 നമുക്ക് ലഭിക്കാൻ സെപ്റ്റംബർ വരെയും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഒരു സിറി വേർഷൻ 2.0 നിങ്ങൾക്ക് ഞാൻ തന്ന അത് ഫ്രീ ആയിട്ട് തന്ന അതെങ്ങനെ ഉണ്ടാവും? സോ ഈ ഒരു ഫുൾ ഫ്ലെജ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതേപോലുള്ള പുതിയ കാണാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഫൗണ്ട് ഔട്ട് ഹൗ ഈസ് സിറി 2.0. നമ്മുടെ സിറി 2.0ന് വേണ്ട രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്ന് ഈ പറഞ്ഞ ചാറ്റ് GPT-യും അതേപോലെ തന്നെ ഷോർട്ട് കട്ട് ആപ്പും. ചാറ്റ് GPT എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാം. ഇനി ഈ ഒരു ചാറ്റ് GPT നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടോ നമ്മുടെ ആപ്പിൾ അക്കൗണ്ടോ വെച്ച് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രീ അക്കൗണ്ട് ആയിരിക്കും ലഭിക്കുന്നത്. അതല്ല നിങ്ങൾക്കൊരു പ്രീമിയം അക്കൗണ്ട് ആക്കണമെങ്കിൽ ഇവിടെ ആ ഒരു ഗെറ്റ് പ്ലസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാറ്റ് GPTയുടെ ഏറ്റവും പുതിയ ഒരു പ്രീമിയം വേർഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇതിന് മന്ത്ലി നമ്മൾ 2000 രൂപയാണ് പേ ചെയ്യേണ്ടത്. ഇത്രയും വലിയ സബ്സ്ക്രിപ്ഷൻ നമ്മൾ പേ ചെയ്താൽ ഈ പറയുന്ന കുറേയധികം ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു സിറി 2.0ന് ഈ പറയുന്ന ചാറ്റ് GPT പ്ലസിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം കുറച്ചധികം സ്ലോ ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ചാറ്റ് GPTയുടെ നോർമൽ അല്ലെങ്കിൽ ബേസിക് വേർഷൻ എന്ന് പറയുന്നത്. ആ ഒരു വേർഷൻ കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സൈൻ ഇൻ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഈ പറഞ്ഞ ഷോർട്ട് കട്ട് ആപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഷോർട്ട് കട്ട് ആപ്പിൽ നമ്മളൊരു പുതിയ ഷോർട്ട് കട്ട് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മളതിന് നേരെ ഈ പറഞ്ഞ പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ആഡ് ആക്ഷൻ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചാറ്റ് GPTന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ചാറ്റ് GPT എന്ന് പറഞ്ഞിട്ടുണ്ട്. ചാറ്റ് GPT ആപ്പിന് തൊട്ട് താഴത്ത് കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് പ്രോംപ്റ്റാണുള്ളത്. ഒന്ന് ആസ്ക് ചാറ്റ് GPTയും രണ്ട് സ്റ്റാർട്ട് വോയിസ് കോൺവെർസേഷൻ വിത്ത് ചാറ്റ് GPTയും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനത്തെ ഒരു ആക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ തൊട്ട് താഴത്ത് സ്റ്റാർട്ട് കോൺവെർസേഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് വോയിസ് കോൺവെർസേഷൻ എന്നുള്ള ആ ഒരു സ്ഥലത്ത് ടാപ്പ് ചെയ്താൽ പേര് നമുക്ക് റിനെയിം ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ റിനെയിം ചെയ്യാണ്. അവിടെ നമുക്ക് ഹേയ് ചാറ്റ് GPT എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ഷോർട്ട് കട്ടിൻ്റെ പേര്, ഹേയ് ചാറ്റ് GPT. ഡൺ കൊടുക്കാം. അവിടെ നമ്മൾ ഡൺ കൊടുത്താൽ ഒരു പുതിയ ആ പറയുന്ന ഷോർട്ട് കട്ട് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് എടുക്കുന്ന ഷോർട്ട് കട്ട് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ വോയിസും ബാക്കി കാര്യങ്ങളും ആക്സസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടുള്ള കുറച്ചധികം പ്രോംപ്റ്റ് വരും. നമ്മളത് യെസ് ആയിട്ട് അടിച്ചാൽ മതി. ഇനി ഈ പറയുന്ന ചാറ്റ് GPT നമുക്കൊന്ന് ആക്സസ് ചെയ്യാം. നേരെ ഷോർട്ട് കട്ട് എടുക്കാം, ടാപ്പ് ചെയ്യാം. അത് കണക്റ്റിംഗ് ആണ്. നമുക്കറിയാം ഈ പറഞ്ഞ ബേസിക് വേർഷനായിട്ട് കുറച്ച് സമയം എടുക്കും. ടെൽ മീ അബൌട്ട് iPhone 11. The iPhone 11, released in September 2019, is part of Apple's 13th generation of iPhones. It has a 6.1-inch liquid retina display. എല്ലാ കാര്യങ്ങളും ഇതേപോലെ പറഞ്ഞു തരും. നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഇനി ഈ ഒരു ക്ലോസ് ബട്ടൺ ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്കതിനൊരു ഫുൾ ഫ്ലെജ് ആയിട്ടുള്ള ഒരു ചെറിയ സമ്മറി ഇവിടെ ലഭിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സിറി 2.0നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ഒരു സമ്മറി നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് സമ്മറൈസ് ചെയ്ത് കിട്ടണമെങ്കിൽ ഇതേപോലെ സമ്മറൈസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അപ്പോൾ തന്നെ നമുക്ക് പേസ്റ്റ് ചെയ്യാനും പറ്റും. സോ ഈ ഒരു കാര്യം നമ്മുടെ ഈ ഒരു ഷോർട്ട് കട്ട് ടാപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് വന്നത്. ഇനി ഈ ഒരു സെയിം ഷോർട്ട് കട്ട് എങ്ങനെ നമ്മുടെ സ്വന്തം സിറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സിറിനെ വെയിറ്റ് ചെയ്യാം. ഹേയ് സിറി, ഹേയ് ചാറ്റ് GPT. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു പ്രോംപ്റ്റ് വന്നപ്പോൾ ചാറ്റ് GPT ഓപ്പൺ ആയിട്ടുണ്ട്. ടെൽ മീ സംതിങ് അബൌട്ട് ആപ്പിൾ. Do you want me to visit that site for specific information? Tell me about Apple Incorporate.
Apple Inc. is a multinational technology company headquartered in Cupertino, California. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതേപോലെ ലഭിക്കുന്നതാണ്. താഴത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു പ്രോംപ്റ്റ് ഞാൻ പറഞ്ഞ എന്താണെന്നും അതേപോലെ നമ്മുടെ സിറിയുടെ അല്ലെങ്കിൽ ചാറ്റ് GPT പറഞ്ഞ എന്താണെന്നും നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സിറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചാറ്റ് GPT എനേബിൾ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് സബ്മറൈസ് ചെയ്ത് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സെമിനാർ ടോപ്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെറ്ററോ ഇപ്പോൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യം നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് GPT എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട. ഇതേപോലെ സിറി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചാറ്റ് GPT എടുത്ത് ഫുൾ കാര്യങ്ങളും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും എളുപ്പത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇല്ല ഇനി നിങ്ങൾക്ക് ലോങ് സ്ക്രീനിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ചാറ്റ് GPT അത് നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, ജസ്റ്റ് നമ്മൾ ഷോർട്ട് കട്ട് ആപ്പിലേക്ക് പോവാം. ഇവിടെ ഈ ഒരു ഷോർട്ട് കട്ട് ആപ്പിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ഷെയർ എന്ന ഓപ്ഷൻ ആവും, സെലക്ട് ചെയ്യുക. താഴത്തേക്ക് പോവാം. താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ ഗ്ലിഫോ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഒരു ഈ പറയുന്ന ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഐപോണിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐഫോണിൻ്റെ ആ ഒരു ഗ്ലിഫ് ഇട്ടു. കളർ ഞാനൊരു റെഡ് കൊടുത്തു, ആഡ് കൊടുത്തു. നേരെ നമ്മുടെ ഈ പറഞ്ഞ ഹോം സ്ക്രീനിൽ ഈ പറഞ്ഞ ചാറ്റ് GPTയുടെ ആ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് അതിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് പ്രോംപ്റ്റ് പറയാം. ടെൽ മീ സംതിങ് iPhone 15 Pro Max. The iPhone 15 Pro Max is Apple's flagship phone. അതും എനിക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഹോം സ്ക്രീനിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ വെച്ചുകൊണ്ട് ഫോൺ ഓൺ ചെയ്യാതെ, അതായത് ഇതേപോലെ നമ്മൾ ഓരോ പ്രോംപ്റ്റ് പറയാതെ തന്നെ ഈ പറയുന്ന എങ്ങനെയാണ് സിറി 2.0 ആക്സസ് ചെയ്യുക, ജസ്റ്റ് ലോക്ക് ചെയ്യാം. നമ്മുടെ ഈ പറഞ്ഞ ലോക്ക് സ്ക്രീനിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഒരു ലൈവ് ലൊക്കേഷൻ അല്ലെങ്കിൽ ലൈവ് ആക്ടിവിറ്റി വന്നിട്ടുണ്ട്, അലൈവ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പറഞ്ഞ ലോക്ക് സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് പിടിക്കാം, കസ്റ്റമൈസ് ചെയ്യാം, ലോക്ക് സ്ക്രീൻ എടുക്കാം. ഈ ഒരു വിജറ്റ് സെക്ഷനിൽ നമുക്കിപ്പോൾ ഒരു വിജറ്റ് മാറ്റാം. അതിനുശേഷം നേരെ നമ്മുടെ ഷോർട്ട് കട്ട് ആപ്പിലേക്ക് പോവാം. ഷോർട്ട് കട്ട് ആപ്പിലേക്ക് പോയി നമ്മൾ ആ ഷോർട്ട് കട്ട് ഇപ്പോൾ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ ചാറ്റ് GPT ആണ് സെലക്ട് ചെയ്യുന്നത്. ഹേയ് ചാറ്റ് GPT നമ്മൾ സെലക്ട് ചെയ്തു, ഡൺ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഇനി മുതൽ ആ ഒരു ചാറ്റ് GPTയുടെ ലോക്ക് സ്ക്രീനിൽ തന്നെ ആ ഒരു വിജറ്റ് വരും. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞ ചാറ്റ് GPT ആക്സസ് ചെയ്യാം. അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ചാറ്റ് GPT നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് അതിനൊരു സബ്മറി ലഭിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ സബ്മറി പേസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഇതേപോലെ നമ്മുടെ ചാറ്റ് GPTയുടെയും സിറിയുടെയും ഇൻ്റഗ്രേഷനെ ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ നമുക്ക് iOS 17 ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. iOS 18 സപ്പോർട്ട് ചെയ്യാത്ത കുറേ കൂട്ടുകാർക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ iOS റിലീസാവുന്നതിന് മുമ്പും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ പറ്റും. ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് മലയാളത്തിൽ ന്യൂസ് വായിക്കണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റിൽ ന്യൂസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്നാലും വായിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. ദിസ് ഈസ് ബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.